ഈ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ആരാണ് ഫയൽ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഫയൽ ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു വ്യക്തിയുടെ, അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഒരു ബിസിനസ് നടത്തുന്നവരിതോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആയിക്കോട്ടെ, അവരുടെ ആ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ, അല്ലെങ്കിൽ ലാഭം എന്താണ്, അല്ലെങ്കിൽ അവരുടെ വാർഷിക വരുമാനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്നത് 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ ഇൻകമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ എന്ന് പറയുമ്പം ഡിഡക്ഷൻസിന് മുമ്പുള്ളതാണ് പറയുന്നത്. ഇപ്പം ഓൾഡ് സ്കീമൊക്കെ വെച്ച് നോക്കുമ്പം ഓൾഡ് സ്കീമിൽ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഡിഡക്ഷൻസിന് മുമ്പ് തന്നെ 2.5 ലക്ഷം ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ പൊതുവേ ആളുകൾക്കുള്ള ഒരു ഇതാണ്, എനിക്ക് ടാക്സബിൾ ഇൻകം ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2.5 ലക്ഷത്തിന് മുകളിൽ ആ വ്യക്തിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണമെങ്കിലും ഇല്ലെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് ആക്ട് പറയുന്നത്. അതുപോലെ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മുടെ വാർഷിക വരുമാനം തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ നാളെ ഒരു ലോണിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് നമ്മുടെ അടുത്ത് കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി നമ്മുടെ അടുത്ത് ചോദിക്കും. കാരണം അതിൽ എത്രയാണോ ഇൻകം നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇൻകം അതിൽ കൂടുതലായിരിക്കാം, അതിൽ കുറവായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകം എത്രയാണോ അതായിരിക്കും ബാങ്ക് നമ്മുടെ ഒരു ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഇപ്പം പല ഫോറിൻ കൺട്രീസിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ വിസയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പല കൺട്രീസും ഇപ്പം നമ്മുടെ അടുത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ അക്നോളജ്മെൻറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയി കഴിയുമ്പം നമുക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് അതിനുള്ള സ്പെൻഡിങ് കപ്പാസിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യാനായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് ഈ പറയുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ഇനി അതല്ലാതെ തന്നെ മറ്റ് പല അതോറിറ്റികളിലും ഒരുപാടടുത്ത് ഇപ്പം ഈ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഈവൻ നമുക്ക് അതിനുള്ള ഇൻകം ഇല്ല, ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ പോലും ITR ഫയൽ ചെയ്ത് ഇടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നേരത്ത് ATC ഡിഡക്ഷൻസ് ഉണ്ട്, 80D ഉണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം ടാക്സ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പം ഇതെല്ലാം ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഈ സ്കീംസിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ന്യൂ സ്കീമിലും അല്ലെങ്കിൽ ഓൾഡ് സ്കീമിലും? നമുക്കിപ്പം ഇൻകം ടാക്സിൽ 2 സ്കീമുണ്ട്, ഓൾഡ് സ്കീമും ഉണ്ട്, ന്യൂ സ്കീമും ഉണ്ട്. നമ്മൾ ന്യൂ സ്കീമും ഓൾഡ് സ്കീമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇൻകം കപ്പാസിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും, ഇപ്പം നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 90% ആളുകളും ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂ സ്കീമിലാണ്. ഇവർക്കെല്ലാം ഈ പറയുന്ന ഹൗസിംഗ് ലോണ്, അല്ലെങ്കിൽ LIC, ഹെൽത്ത് ഇൻഷുറൻസ്, അവരുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം ഉണ്ടായിരുന്നു. സ്റ്റിൽ അവർക്കൊക്കെ ന്യൂ സ്കീം തന്നെയാണ് ബെനിഫിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം അടുത്ത വർഷം വരുമ്പം ഇത് ഈ ഒരു ഇപ്പം 90% ഉള്ളത് മേ ബി ഒരു 95 അല്ലെങ്കിൽ ഒരു 98% വരെ വരാം. കാരണം അടുത്ത വർഷത്തെ ലിമിറ്റ്, ന്യൂ സ്കീമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 12 lakhs ആണ്. 12 lakh താഴെ വരുന്ന ഒരാൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ന്യൂ സ്കീം ആയിരിക്കും കൂടുതൽ ആളുകൾ ഇനി ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, മറ്റേ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ നമ്മൾ ടാക്സ് സേവിങ് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഫണ്ട് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ന്യൂ സ്കീമിൽ ഇതിനേക്കാളും വലിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്.